വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടു. അതും അത്യാവശ്യം നിറഞ്ഞ ഒരു സദസ്സിലിരുന്നുകൊണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിവർ ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച ഈ മലയാളം കോമഡി മിസ്റ്ററി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. പ്ലാച്ചിക്കാവ് എന്ന ഗ്രാമത്തിലെ ലോക്കൽ ഡിറ്റക്റ്റീവ് ആണ് ഉജ്ജ്വലൻ. അവിടേക്ക് ഒരു സീരിയൽ കില്ലർ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഡീസന്റ് വൺ ടൈം വാച്ച് പടമാണിത്. കുഞ്ഞിരാമായണത്തിലൊക്കെ പോലുള്ള ഒരു ഗ്രാമത്തിലെ ഒരു സീരിയൽ കില്ലറിനെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്ത ഐഡിയ കൊള്ളാമായിരുന്നു. നല്ല നീറ്റ് ആയിട്ടുള്ള മേക്കിങ്ങും പെർഫോമൻസും പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ഈ കോമഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തലകുത്തി മറിഞ്ഞ് ചിരിക്കാനുള്ള കോമഡി ഒന്നും ഇല്ല. ചിലതൊക്കെ ചീറ്റി പോവുകയും ചെയ്തായിരുന്നു. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് കോമഡി നന്നായിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിട്ട് ധ്യാൻ ശ്രീനിവാസൻ തനിക്ക് കിട്ടിയ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് ധ്യാനിന്റെ ഒരു നല്ല റോള് ഒരു പടത്തിൽ കാണുന്നത്. അതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹെഡ് ശംഭു മഹാദേവായിട്ട് വന്ന സിജു വിൽസനും കൊള്ളാം. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നൈസ് ആയിരുന്നു. കോട്ടയം നസീർ ഏട്ടനും നല്ലൊരു റോളുണ്ട്. സോഷ്യൽ മീഡിയ പിള്ളേരായ അമീൻ, നിഹാൽ നിസാം എന്നിവർ കൊള്ളാം. പക്ഷെ അവര് ഭയങ്കര കോമഡി ഒന്നുമല്ല. കുറച്ചുകൂടെ നന്നായിട്ട് അവരെ യൂസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. സീമാജി നായർ, റോണി ഡേവിഡ്, നിർമ്മൽ പാലാഴി എന്നിവരോടൊപ്പം ജഗദീഷ്, പേളി മാണി തുടങ്ങിയവർ ഗസ്റ്റ് റോളിലും വരുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ മ്യൂസിക്, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഡിസൈൻ RC ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. പ്രേം കൃഷ്ണ അക്കാട്ടു, ശ്രയന്തി എന്നിവരാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചമൻ ചാക്കോ ആണ് എഡിറ്റിംഗ്. പടത്തിന്റെ വിഷ്വൽസ് പറയുമ്പോൾ കളർ ഗ്രേഡിംഗ് ഉണ്ട്. ഇവരൊരു പച്ച ടോണാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. കുഞ്ഞിരാമായണത്തിലൊക്കെ പോലെ ആക്കാൻ നോക്കിയതാണ്. പക്ഷെ ക്ലാരിറ്റി വല്ലാതെ കുറഞ്ഞു പോയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ക്ലാരിറ്റി കുറയുമ്പോഴുള്ള ഗ്രെയിൻസ് ഒക്കെ പോലെ അങ്ങനെ ഒരു പ്രശ്നം പടം കാണുമ്പോൾ എനിക്ക് വിഷ്വൽസിൽ ഉണ്ടായിരുന്നു. കഥ നടക്കുന്നത് 90s-ലാണ്. സോ പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഒരുപാട് ലൂപ്പ് ഹോൾസ്, അതുപോലെ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. ഒരു ക്യാരക്ടറിന് കുട്ടിക്കാലത്ത് എന്താ സംഭവിച്ചതെന്നൊരു വ്യക്തത കൊടുത്തിട്ടില്ല. അതുപോലെ കൊലയാളി ഒരു മണ്ടനാണോ എന്നും ഇടയ്ക്ക് ചില കാര്യങ്ങൾ കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഭയങ്കര ഹൈ മൊമെന്റ്സ് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവമൊന്നും ഇല്ല. ഒരു സ്ഥിരം ഹൂഡണിറ്റ് രീതിയിലാണ് പടം മുമ്പോട്ട് പോകുന്നത്. ആകമൊത്തം ടോട്ടലിൽ ഒരു ഗംഭീര മസ്റ്റ് വാച്ച് ഐറ്റം ഒന്നുമല്ല, എങ്കിലും ഒരു നീറ്റ് വൺ ടൈം വാച്ച് സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. എനിക്ക് ക്ലാസിക് സ്റ്റൈലിലുള്ള ഹൂഡണിറ്റ് പടങ്ങൾ ഇഷ്ടമാണ്. സോ ഞാൻ എൻജോയ് ചെയ്താണ് ഈ പടം കണ്ടത്. പടം 18+ ആണ്. കുട്ടികളെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബ്രൂട്ടൽ ആയിട്ടുള്ള കില്ലിംഗ് സീനുകൾ പടത്തിലുണ്ട്. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ ഇത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന പടമാണ്. ഈ പടം തീരുമ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ അവരുടെ അടുത്ത സിനിമയുടെ ടീസർ കാണിക്കുന്നുണ്ട്. സോ പടം കഴിഞ്ഞ് ടൈറ്റിൽ കാണിച്ച ഉടനെ ഓടിപ്പോകരുത്, അതും കൂടി കാണുക. MCU ഒക്കെ പോലെ ആക്കാനുള്ള ഒരു ശ്രമമാണ്. നമ്മുടെ ചെറിയ മലയാളം സിനിമയിൽ നിന്ന് വന്ന ഒരു അറ്റംപ്റ്റ് ആണല്ലോ. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.